കോഴിക്കോട് എലത്തൂർ സ്വദേശി KT വിജിൽ നരഹത്യാ കേസിൽ പ്രതി നിഖിലുമായി സരോവരം പാർക്കിൽ അന്വേഷണ സംഘത്തിന്റെ തെളിവെടുപ്പ്. കെടാവാറ നായ്ക്കളെ സ്ഥലത്തെത്തിച്ചാണ് മൃതദേഹം കണ്ടെത്താനുള്ള പരിശോധന നടക്കുന്നത്. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ചെളി നീക്കിയും പരിശോധന തുടരുകയാണ്. ഗൂഗിൾ കെ വേണുഗോപാലാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമ്മളോടൊപ്പം ഉള്ളത്. ഗൂഗിൾ, ഈ വിജിൽ നരഹത്യാ കേസിൽ പ്രതി നിഖിലുമായി സരോവരം പാർക്കിൽ ഇപ്പോൾ പോലീസ് തെളിവെടുപ്പിലാണല്ലോ. എന്തൊക്കെയാണ്, ഏത് തരത്തിലാണ് തെളിവെടുപ്പ് നടക്കുന്നത്, ഏതൊക്കെ ഇടങ്ങളിൽ കൊണ്ടുപോയിട്ടാണ് തെളിവെടുപ്പ്, എന്താണ് വിശദാംശങ്ങൾ? ഗോപികൃഷ്ണൻ, രാവിലെ 9:45 കൂടിയിട്ടാണ് വിജിലുമായി അന്വേഷണ സംഘം ഇവിടെ എത്തുകയും തെളിവെടുപ്പ് ആരംഭിക്കുകയും ചെയ്തത്. രണ്ടാമത്തെ ദിവസമാണ് ഇന്നിപ്പോൾ തെളിവെടുപ്പ് നടത്തുന്നത്. ഇന്നലെ 6 മണിക്കൂറോളം സമയം ഇവിടെ എത്തിച്ചതിന് ശേഷം ഈ വിജിലിൻ്റെ മൃതദേഹം കണ്ടെത്താനുള്ള ശ്രമം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്താനുള്ള ശ്രമം നടത്തിയിരുന്നെങ്കിലും പ്രതികൂലമായ കാലാവസ്ഥ മൂലം കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. കാരണം ചതുപ്പ് നിലത്തിലായിരുന്നു ഈ വിജിലിനെ മറവ് ചെയ്തത് എന്നാണ് പ്രതികൾ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. ഇവിടെ പ്രതികൂലമായ ഒരു കാലാവസ്ഥയാണ്, മഴ പെയ്യുന്നൊരു സാഹചര്യമുണ്ട്. വെള്ളം നീക്കി ചളിയും നീക്കി ഈ മൃതദേഹ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്താനുള്ള ശ്രമമാണ് ഇന്നലെ നടത്തിയത്. പക്ഷേ കണ്ടെത്താൻ സാധിച്ചില്ല. പിന്നീടാണ് ഇന്ന് കെടാവർ നായകളെ ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുള്ളത്. മൃതശരീരമൊക്കെ മണത്ത് പിടിച്ച് മൃതശരീരം ഐഡന്റിഫൈ ചെയ്യുന്ന നായ്ക്കളാണ് കെടാവർ നായ്ക്കൾ. അതുൾപ്പെടെയുള്ളവ ഇതിനകത്ത് പരിശോധന നടത്തുന്നുണ്ട്. മാധ്യമങ്ങൾക്ക് നമ്മൾ ഈ കാണുന്ന പ്രദേശത്തിനപ്പുറത്തേക്ക് പ്രവേശനമില്ല. നാളെയാണ് ഈ പ്രതികളുടെ കസ്റ്റഡി കാലാവധി കഴിയുക. നിഖിലുമായിട്ടാണ് അന്വേഷണ സംഘം, അതായത് പ്രതികൾ ഒരാളായിട്ടുള്ള നിഖിലുമായിട്ടാണ് അന്വേഷണ സംഘം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. ഇന്ന് കൂടി ഈ ദൗത്യം വിജയിപ്പിക്കാൻ സാധിച്ചില്ല എങ്കിൽ, അതായത് ഈ വിജിലിൻ്റെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എങ്കിൽ വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകാനാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ തീരുമാനം. ഇപ്പോഴെന്തായാലും വലിയ മണ്ണുമാന്തി യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ പരിശോധന നടത്തുന്നത്. ഇനി ഈ സമയം വരെ കണ്ടെത്താൻ സാധിച്ചില്ല. കാരണം ഇന്നലെ രാത്രിയിലൊക്കെ വലിയ മഴയായിരുന്നു പെയ്തത്. ഒരു സ്ഥലത്തുനിന്ന് വെള്ളം നീക്കുമ്പോഴും ചളി നീക്കുമ്പോഴും വീണ്ടും അങ്ങോട്ടേക്ക് ചളി വന്ന് അടിയുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അതിനാൽ തന്നെ ഈ വെള്ളത്തിലിറങ്ങി, ഈ ചതുപ്പിലിറങ്ങി പരിശോധന നടത്തിയ ആളുകൾ ഇപ്പോൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. ഇപ്പോൾ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ചളി മാറ്റുന്ന പ്രവൃത്തിയാണ് അതിനുള്ളിൽ നടക്കുന്നത്. ചളി മാറ്റിയതിന് ശേഷം മാത്രമേ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ വേണ്ടി സാധിക്കൂ എന്നാണ് അവർ പറയുന്നത്. ഒരുപക്ഷേ ഈ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ഈ ചതുപ്പിലിറങ്ങി പരിശോധന നടത്തി കണ്ടെത്താൻ സാധിച്ചില്ല എങ്കിൽ മണ്ണ് മുഴുവൻ പുറത്തേക്കെടുത്തതിന് ശേഷം പരിശോധന നടത്താനുള്ള ശ്രമവും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. എന്തായാലും രണ്ടാം ദിവസമാണ് ഇപ്പോൾ ഇത്തരത്തിൽ പരിശോധന നടത്തുന്നത്. പ്രതികൂലമായ ഒരു കാലാവസ്ഥ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ നാളെ നിഖിൽ ഉൾപ്പെടെയുള്ള ആളുകളുടെ കസ്റ്റഡി കാലാവധി കഴിയുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. 3 ദിവസത്തേക്കായിരുന്നു ഈ പ്രതികളെ കോടതി അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ടായിരുന്നത്. അത് നാളെ കഴിയുകയാണ്. അതിനു മുമ്പ് കണ്ടെത്താൻ സാധിച്ചില്ല എങ്കിൽ വീണ്ടും കസ്റ്റഡി അപേക്ഷ കൊടുക്കുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. GK. ശരി ഗൂഗിൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.